നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ അമൃത്. ഇത് കിട്ടാൻ വേണ്ടി പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി കടല് കടഞ്ഞ് നാശാക്കി. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതിവിടെ അടുക്കളയിൽ കലത്തി കടഞ്ഞാൽ കിട്ടും. പുരാണങ്ങളിൽ ഈശ്വരന്മാർ മദ്യപിച്ചതായിട്ടുള്ള പല രേഖകളുണ്ട്. നമ്മൾ ഒരു തുള്ളി കഴിക്കുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര വിഷമമാണ്, ഈശ്വരന്മാർക്കാവാം. അതിനെപ്പറ്റി രാമായണത്തിലൊരു ശ്ലോകം തന്നെയുണ്ട്. കാകൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണ വിഭീഷണൻ. മനസ്സിലായോ? മദ്യപാനി ഷാപ്പിൽ കയറുമ്പോൾ കാക്കയുടെ സ്വഭാവമാണ്. ഓട്ടക്കണ്ണിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചാടി ചാടിയിലൊറ്റ കിടക്കല. കടന്ന് കിട്ടിയാൽ പിന്നെ കൊക്കായി. ഇടവും വലവും നോക്കാണ്ട് ഒറ്റ വലിയ. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചെറുകിളി ഈ കലപില 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 ഈ കപ്പലണ്ടി തീറ്റിക്കായിട്ട് അങ്ങനെ. അത് കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ ചാട്ടം. ബാറിൽ കാണുന്നവരോട് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടൊക്കെ ഹായ് എവിടെയാവുന്നു, ഹേയ് ഇതുവരെ കാണാറില്ലല്ലോ, ഈ ബഹള ചാട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ കുംഭകർണൻ. പായ വേണ്ട, തലേണി വേണ്ട, എവിടെ സ്ഥലം കിട്ടുന്ന കൂർക്കം വലിച്ച് ഒട്ടുറക്കുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വിഭീഷണൻ കുറ്റബോധം. വേണ്ടിയിരുന്നില്ല, ഇന്നലെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി. ഇതാണ് ഒരു യഥാർത്ഥ മദ്യപാനിയുടെ സ്വഭാവം, അല്ലേ? അതേ പറ.